കരിയർ മേഖലയെപ്പറ്റിയും വ്യക്തി തൊഴിൽ ജീവിതത്തിലെ ആശയങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുന്ന കരിയർ ബിൽഡറിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത് മാറ്റം വന്നാലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഏത് സമയത്തും ഏത് രീതിയിലും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകൾ നിരവധിയുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നപ്പോൾ അതിലാദ്യം ഓർമ്മ വരുന്ന ഒരു വിഷയമാണ് മാനേജ്മെൻറ്റ് അഥവാ MBA. BBAയും MBAയും ഒക്കെ നമ്മൾ ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മൾ വർക്കിംഗ് MBAയും എക്സിക്യൂട്ടീവ് MBAയും പാർട്ട് ടൈം MBAയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു വിഷയവും MBA തന്നെയാണ്. അപ്പോൾ ഇന്ന് മാനേജ്മെൻറ്റ് പഠനത്തിനെ പറ്റിയുള്ള ഒരു എപ്പിസോഡ് ആകട്ടെ എന്ന് കരുതി. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ തന്നെ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, പല ജോലികളും ഇല്ലാതാവുന്നു അല്ലേ, റോബോട്ട്സുകൾ വരുന്നു. ഇനിയിപ്പം മനുഷ്യനായിക്കോട്ടെ മെഷീൻസ് ആയിക്കോട്ടെ, ഈ മനുഷ്യനും മെഷീനും ഒക്കെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വേണം. അതിന് മാനേജ്മെൻറ്റിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാർ തന്നെ വേണം. അതുകൊണ്ട് മാനേജ്മെൻറ്റിന് ഒരു കാലത്തും ഒരു അപ്രസക്തി ഉണ്ടാകില്ല എന്നുള്ളത് നാം ഓർക്കണം. ഇന്ന് നമ്മൾ ഈ MBA എന്നൊക്കെ പറയുമ്പോൾ 4-5 സ്പെഷ്യലൈസേഷനെ പറ്റിയായിരിക്കും ആൾക്കാർ ഓർക്കുക. പക്ഷേ 100-ലധികം സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു കോഴ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് എപ്പോഴാണ് പഠിക്കേണ്ടത്? ഡിഗ്രി കഴിഞ്ഞിട്ടാണോ അതോ ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലർ ചോദിക്കാറുണ്ട് +2 കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെൻറ്റ് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത്തരക്കാരോട് ഞാൻ പറയട്ടെ, +2 കഴിഞ്ഞിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള IIM-ൽ പഠിക്കാൻ പോലുള്ള അവസരമുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ആ കോഴ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി പലരും നോക്കാറുണ്ട്. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ MBA എന്ന് പറയുന്നൊരു കോഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോഴ്സ് നമുക്ക് ഫുൾ ടൈമായിട്ട് പഠിക്കാം, പാർട്ട് ടൈമായിട്ട് പഠിക്കാം, അത് എക്സിക്യൂട്ടീവ് MBA എന്നുള്ള രീതിയിൽ പഠിക്കാം, ഈവനിങ് കോഴ്സായിട്ട് പഠിക്കാം, വീക്കെൻഡ് കോഴ്സായിട്ട് പഠിക്കാം, അതുപോലെ കംപ്ലീറ്റ്ലി ഓൺലൈൻ മോഡിലും പഠിക്കാം. അങ്ങനെ പല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ മാനേജ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ MBA പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, വെറുതെ ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് എടുത്തിട്ട് കാര്യമില്ല. പഠിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ വിഷയം, ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. മറ്റ് കോഴ്സുകളിൽ നിന്നും മാനേജ്മെൻറ്റിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ അതിലുള്ള ഓരോ കോൺസെപ്റ്റിൻ്റെയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ പറ്റി വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അത് ദൈനംദിന ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഒക്കെ നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് സാധാരണ ഡിഗ്രി കഴിഞ്ഞിട്ട് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മാനേജ്മെൻറ്റിൽ MBAയിലേക്ക് പോകുന്നത്. MBA ഒരു പ്രൊഫഷണൽ കോഴ്സാണ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ആ പഠിക്കുന്ന രീതിയിൽ മാക്സിമം സിൻസിയറിറ്റിയോടുകൂടി ഓണസ്റ്റിയോടുകൂടി അക്കൗണ്ടബിലിറ്റി എടുത്ത് പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ പ്രൊഫഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏത് വിഷയം നിങ്ങൾ ഡിഗ്രിക്ക് എടുത്തോളൂ, ആ വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് MBAക്ക് ചേരാം എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ആ MBAക്ക് അഡ്മിഷൻ കിട്ടാനായി രാജ്യത്ത് വിവിധ രീതിയിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് നമ്മൾ IIM എന്ന് വിളിക്കുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ 21 എണ്ണമാണുള്ളത്. ഏറ്റവും അവസാനം കമ്മീഷൻ ചെയ്ത IIM മുംബൈ ഉൾപ്പെടെ 21 IIM-കൾ ഇന്ത്യയിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ IIM-ലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്കൊരു എൻട്രൻസ് എഴുതണം. ആ എൻട്രൻസിൻ്റെ പേരാണ് CAT എക്സാമിനേഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ CAT പരീക്ഷ എഴുതിയിട്ടാണ് നമ്മൾ MBAക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഈ IIM-ലെ MBA കോഴ്സിന് നമ്മൾ PGP എന്നാണ് പറയുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഈ IIM-ൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇൻ്റർനാഷണൽ പ്ലേസ്മെൻറ്റുകളും നാഷണൽ പ്ലേസ്മെൻറ്റുകളും ഒക്കെ ഏറ്റവും ഉയർന്ന വേതനത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം MBA പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. IIM-ൽ നമുക്ക് MBAക്ക് അഡ്മിഷൻ കിട്ടാനായി CAT എക്സാമിനേഷൻസ് എഴുതണം എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് MBA പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടാനായിട്ട് വിവിധ എൻട്രൻസ് പരീക്ഷകളുണ്ട്. അതിലൊന്നാണ് ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നടത്തുന്ന MAT എക്സാമിനേഷൻ, മറ്റൊന്ന്
AICTE, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ ബോഡി നടത്തുന്ന CMAT എന്ന് പറയുന്ന എക്സാമിനേഷൻ. അതുകൂടാതെ കേരളത്തിൽ നമുക്ക് MBAക്ക് അഡ്മിഷൻ കിട്ടാനായി KMAT എന്ന് പറയുന്ന ഒരു പരീക്ഷ നടത്താറുണ്ട്. അതുപോലെ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് SAT, സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ SNAP, അതുപോലെ ICFAയുടെ എൻട്രൻസ് എക്സാമിനേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ, അങ്ങനെ രാജ്യത്തെ പ്രമുഖ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് നടത്താറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഏറ്റവും നല്ല പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്ലേസ്മെൻറ്റും ആ ഒരു കരിയർ ഗ്രോത്തും ഉണ്ടാകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഈ എപ്പിസോഡിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പുതിയ ഇൻപുട്ട് ലഭിക്കുന്നത് തന്നെ ഈ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ IIMൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചിലരൊക്കെ ചോദിക്കാറുണ്ട്. മിക്കവാറും ആൾക്കാർക്ക് അത്തരത്തിലുള്ളൊരു ഓപ്ഷനെ പറ്റി അറിയില്ല എന്നുള്ളതാണ് അതിനൊരു പ്രത്യേകത. +2 കഴിഞ്ഞാൽ നമുക്ക് IIMൽ പഠിക്കാനായി രാജ്യത്തെ 2 എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. ഒന്നിൻ്റെ പേരാണ് IPMAT എന്ന് പറയുന്നത്, രണ്ടാമത്തെ എൻട്രൻസിൻ്റെ പേര് JIPMAT എന്നാണ്. അതായത് +2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് IIM ഇൻഡോറിലും IIM റോത്തക്കിലും ഈ 2 IIMൽ പഠിക്കാനായിട്ട് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് കോഴ്സുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ 5 വർഷത്തെ കോഴ്സിന് +2 കഴിഞ്ഞിട്ട് നടത്തുന്ന എൻട്രൻസിൻ്റെ പേരാണ് IPMAT. IIM ഇൻഡോറിലും IIM റോത്തക്കിലും അവർ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ആ എൻട്രൻസ് പരീക്ഷ നടത്തുന്നതെങ്കിലും ആ എൻട്രൻസ് പരീക്ഷയ്ക്ക് അറിയപ്പെടുന്ന പേരാണ് IPMAT എന്ന് പറയുന്നത്. +2ന് 10ാം ക്ലാസ്സിലും 60% അല്ലെങ്കിൽ അതിലധികമോ 60%മോ അതിലധികമോ മാർക്കാണ് ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ. ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതാത് IIM ഇൻഡോറിൻ്റെയും IIM റോത്തക്കിൻ്റെയും വെബ്സൈറ്റുകളിൽ കയറിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നോർമലി ഇതൊരു ഫെബ്രുവരി മാസത്തിൽ മാർച്ച് മാസത്തിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഈ എൻട്രൻസ് പരീക്ഷ നടക്കുന്നത്. ഈ എൻട്രൻസ് പരീക്ഷ പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നടത്തുന്നത്. അതൊന്ന്, ഈ എഴുതുന്ന കുട്ടിയുടെ വെർബൽ എബിലിറ്റി എത്രത്തോളമുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എത്രത്തോളമുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എത്രത്തോളമുണ്ട്. ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് IPMAT എന്ന് പറയുന്നത്. 120 ചോദ്യങ്ങൾ 100 മിനിറ്റ് കൊണ്ടാണ് ഒരു കുട്ടി ഈ പരീക്ഷ എഴുതേണ്ടത്. ഈ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും മാർക്ക്, ഒരു ചോദ്യത്തിന് ശരി ഉത്തരത്തിന് 4 മാർക്ക് കിട്ടുമ്പോൾ തെറ്റുത്തരത്തിന് 1 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഈ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ എൻട്രൻസ് ടെസ്റ്റിൻ്റെ മാർക്കും പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് IPMAT പരീക്ഷയിലൂടെ IIM ഇൻഡോറിലും IIM റോത്തക്കിലും +2 കഴിഞ്ഞിട്ടുള്ള 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റിലേക്ക് സെലക്ട് ആകുന്നത്. ഇതിൽ ആദ്യത്തെ 3 വർഷം അടിസ്ഥാനപരമായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സുകളായിരിക്കും. അതിൽ മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റിനോടൊപ്പം ചുറ്റിനും അതിനെ സ്വാധീനിക്കുന്ന മറ്റു വിഷയങ്ങളുണ്ടല്ലോ. അത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആയിക്കോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിക്കോട്ടെ, ഇക്കണോമിക്സ്, സോഷ്യോളജി, അതുപോലെ തന്നെ സൈക്കോളജി, ഹ്യൂമൻ റിസോഴ്സസ്, ഈ വിഷയങ്ങളും ഒക്കെ അതിനെ കൂടെ പഠിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവസാനത്തെ 2 വർഷമാണ് ഇൻ ഡെപ്തായിട്ട് മാനേജ്മെൻറ്റും അതിനകത്തുള്ള സ്പെഷ്യലൈസേഷൻസിനെ പറ്റിയും പഠിക്കുന്നത്. അങ്ങനെ 5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള രാജ്യാന്തര രീതിയിലുള്ള പ്ലേസ്മെൻറ്റുകൾ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ IPMAT ആണ് +2 കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റ് IIMൽ പഠിക്കാനുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ്. +2 കഴിഞ്ഞാൽ നമുക്ക് IIMൽ പഠിക്കാനുള്ള എൻട്രൻസ് IPMATനെ പറ്റി പറഞ്ഞല്ലോ. അതുപോലെ മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേരാണ് JIPMAT എന്ന് പറയുന്നത്. IIM ബോധ്ഗയയിലും IIM ജമ്മുവിലും നടത്തുന്ന 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റാണ് JIPMAT എന്ന് പറയുന്നത്. JIPMAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേര് ജോയിൻറ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ്. അപ്പോൾ JIPMAT ഈ പരീക്ഷ നടത്തുന്നത് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് JIPMAT പരീക്ഷ നടത്തുന്നത്. JIPMAT പരീക്ഷയും നമുക്ക് NDAയിലുള്ള ഓൺലൈൻ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അപ്ലൈ ചെയ്ത് മെയ് ജൂൺ സമയത്താണ് ഇതിൻ്റെ പരീക്ഷ നടത്തുന്നത്. ഇതിന് 150 ചോദ്യങ്ങൾ നമ്മൾ 100 മാർക്കിൽ നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെയും നമുക്ക് ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റായ ഉത്തരത്തിന് നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഈ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വെർബൽ എബിലിറ്റിയോടും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനോടും ഒപ്പം ലോജിക്കൽ റീസണിങ്ങും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനെയും പറ്റിയും കൂടെ പഠിച്ചിട്ടായിരിക്കണം ഈ എൻട്രൻസ് പരീക്ഷ എഴുതേണ്ടത്. IPMAT പറഞ്ഞതുപോലെ തന്നെ JIPMATനും
+2-നും 10ാം ക്ലാസ്സിനും 60% അതിൽ മുകളിലോ വേണം. ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്മാറ്റിൽ ഈ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ വെയിറ്റേജും കൂടെ സെലക്ഷനിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ്. ഇത് കൂടുതലും ഒരു CBT മോഡൽ ടെസ്റ്റാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ ജിപ്മാറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ പങ്കെടുക്കേണ്ടത്. അതിലും ഈ പറഞ്ഞ പോലെ 5 വർഷത്തെ കോഴ്സാണ്. ആദ്യത്തെ 3 വർഷം ഫൗണ്ടേഷനും റിലേറ്റഡ് സബ്ജക്റ്റുകളുടെ ഓറിയൻറ്റേഷനും ആയിരിക്കുമ്പോൾ അവസാനത്തെ 2 വർഷം മാനേജ്മെൻറ്റിനെ പറ്റി ഇൻഡെപ്തായിട്ട് സ്പെഷ്യലൈസേഷൻ കൂടി നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടൊപ്പം പ്രോജക്റ്റുകളും ഇൻറ്റേൺഷിപ്പുകളും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്ലേസ്മെൻറ്റുകൾക്ക് കുട്ടികൾ പ്രാപ്തരാകുന്നു എന്നുള്ളതാണ് ജിപ്മാറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ IP-MAT ആയിക്കോട്ടെ, ജിപ്മാറ്റ് ആയിക്കോട്ടെ, അത് IIM ഇൻഡോറിലും റോത്തക്കിലും ബോധ്ഗയയിലും ജമ്മുവിലും ഒക്കെ നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റ് പഠിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. വരുന്ന മാസങ്ങളിൽ അപേക്ഷിച്ച് പഠിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതേണ്ടത്. നിങ്ങൾ ഈ BBA ഒക്കെ പഠിക്കുകയാണെങ്കിലും അത് കഴിഞ്ഞ് പ്രൊഫഷണൽ PG കോഴ്സായിട്ടുള്ള MBA ഒക്കെ ആണെങ്കിലും മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തിയററ്റിക്കൽ നോളജ് ഗ്രഹിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ MBA ഒക്കെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മിക്കവാറുമുള്ള ചോദ്യങ്ങൾ, അത് ടെസ്റ്റ് ആയിക്കോട്ടെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, അപ്ലൈഡ് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. കാരണം അവിടെ കൂടുതലും ഒരു സ്കിൽ എലിമെൻറ്റിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അപ്പം ഒരു കാൻഡിഡേറ്റ്, MBA പഠിച്ചൊരു കാൻഡിഡേറ്റിൻ്റെ കോമ്പീറ്റൻസ് നോളജിനോടൊപ്പം തന്നെ സ്കിൽ എലിമെൻറ്റും വളരെയധികം പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു MBA പഠിച്ച ആൾ ഒരു ജോലി സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതിൽ ഒരുപാട് സ്കില്ലുകൾ വേണമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 സ്കില്ലുകൾ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത്. കാരണം MBA പഠിച്ച ഒരാൾ ബാക്കിയുള്ള ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടവരാണ്, ആ ടീമിനെ മാനേജ് ചെയ്യേണ്ടവരാണ്, പല ലെവലിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, വെൻഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അത് സംസാരിക്കാനുള്ള കഴിവായിക്കോട്ടെ, ആൾക്കാരെ കേൾക്കാനുള്ള കഴിവായിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം വർദ്ധിപ്പിക്കണം. അതിനുള്ള അവസരങ്ങൾ നല്ല മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ MBA പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നു. കാരണം പ്രസൻറ്റേഷൻ പോലെയുള്ള അസൈൻമെൻറ്റുകളും ഔട്ട്റീച്ച് ആയിട്ടുള്ള പ്രോജക്റ്റുകളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരുപാട് കൂടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, സ്വാഭാവികമായിട്ടും ജോലി ചെയ്യാൻ തൊഴിലാളികളുള്ളപ്പോൾ എന്തിനാണ് ഈ മാനേജറിയൽ പൊസിഷൻ എന്ന് ചോദിക്കാറുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് തന്നെ ബാക്കിയുള്ളവരെ കൊണ്ട് കൃത്യസമയത്ത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളത് ഒരു മാനേജറുടെ ദൗത്യമാണ്. അതുപോലെ തന്നെ വരുന്ന ആ പ്രശ്നങ്ങൾ പഠിച്ച് ആ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുകയും ഒരു മാനേജറുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്കില്ലെന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ല് തന്നെയാണ്. ഒരു ജോലി സ്ഥലത്ത് വിവിധ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം എന്താണെന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി പഠിച്ച് അതിൻ്റെ കോസസ് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതും ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിലും മാനേജറിയൽ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. അപ്പോൾ രണ്ടാമത്തെ സ്കില്ലെന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. ഇനി മൂന്നാമത്തേത്, ഒരു മാനേജറിയൽ ജോലിയൊക്കെ ഉള്ള ആൾക്കാർ ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അവർക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും, ക്രോസ് കൾച്ചറലുള്ള എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യേണ്ടി വരും, പല ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരും. അവിടെ പെട്ടെന്ന് ഒരു അന്തരീക്ഷവുമായി ഇണങ്ങി ചേരാനുള്ളൊരു കഴിവ് വേണം. അതാണ് മൂന്നാമത്തേത്, അഡാപ്റ്റബിലിറ്റി എന്നതിനെ വിളിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്നാമത്തേത്, രണ്ടാമത്തേത് പ്രോബ്ലം സോൾവിങ്, മൂന്നാമത്തേത് അഡാപ്റ്റബിലിറ്റി, നാലാമത്തേത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഒരു സ്ഥാപനത്തിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഓഫീസറോ ഒരു മാനേജറോ ഒരു ടീം ലീഡോ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ആ ചെയ്യുന്ന ജോലിയെപ്പറ്റിയും പ്രോജക്റ്റിനെ പറ്റിയും സ്ഥാപനത്തിനെ പറ്റിയും ഗ്രാഹ്യമുണ്ടായിരിക്കണം. മുമ്പോട്ട് എങ്ങനെയാണ് പോകുന്നതെന്നുള്ള വിഷൻ ക്ലിയർ ആയിരിക്കണം. ആ വിഷൻ താഴെയുള്ളവർക്ക് പകർന്നു നൽകുകയും അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്, വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു MBA പഠിക്കുന്ന ഒരു കുട്ടി ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം. ഒരു സ്കിൽ എലിമെൻ്റ് നാലാമത്തെ ലീഡർഷിപ്പാണ്. ഇനി അഞ്ചാമത്തേതാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. കൃത്യമായ തീരുമാനം കൃത്യസമയത്ത് എടുത്താൽ മാത്രമേ നമുക്കൊരു സ്ഥാപനം സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ആ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. അത് കൂടുതലും ചില സമയങ്ങളിൽ ഡെമോക്രാറ്റിക്കായിട്ട് ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ചില സമയങ്ങളിൽ കുറച്ച് ശക്തമായ ഓട്ടോക്രാറ്റിക് അതോറിറ്റേറ്റീവ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ചില സമയങ്ങളിൽ തീരുമാനം ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഏത് സമയത്ത് ഏത് ടൈപ്പ് ഡിസിഷൻ എടുക്കണം എന്നുള്ളതും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ
കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, പ്രോബ്ലം സോൾവിങ് ആയിക്കോട്ടെ, അഡാപ്റ്റബിലിറ്റി ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്കില്ലുകളൊക്കെ നമ്മളൊരു മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കുമ്പോൾ വളർത്തിയെടുക്കുന്നു. ഈ വളർത്തിയെടുക്കുന്ന സ്കില്ലുകളാണ് ഇതുണ്ടോ എന്നുള്ളത് ഇൻ്റർവ്യൂകളിൽ പരിശോധിക്കുകയും ഒരു ജോലി സ്ഥലത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു മാനേജറുടെ വിജയമെന്ന് പറയുന്നതും ഈ സ്കില്ലുകൾ പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് പ്രയോഗിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സക്സസ് ഉണ്ടാകുന്നത്. മാനേജ്മെൻറ്റ് പഠിക്കുമ്പം ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസിനെ പറ്റിയാണല്ലോ നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. പക്ഷേ ഒരു മാനേജ്മെൻറ്റിൽ ഒരു എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ട് കയറുമ്പം മുതൽ ചെയ്യേണ്ട ചില ഫങ്ഷൻസ് ഉണ്ട്. അത് ചെറിയ രീതിയിലായിരിക്കും തുടങ്ങുന്നത്, പിന്നെ അത് വലിയ വലിയ രീതിയിലേക്ക് ആ ഫംഗ്ഷനുകൾ മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഫംഗ്ഷനുകളെ പറ്റിയുള്ള ഗ്രാഹ്യവും മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിലെ ആദ്യത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ്. നമ്മൾ ഏത് കാര്യം ചെയ്യണമെങ്കിലും അതിൻ്റെ സക്സസ്സിലേക്കുള്ള ആദ്യ പടി എന്ന് പറയുന്നത് ആ കാര്യം വളരെ ഭംഗിയായി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ട് അതിനെന്ത് ഔട്ട്പുട്ട് കിട്ടണം, ഷോർട്ട് ടേം ആയിട്ട് എന്ത് ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളത് വ്യക്തമായിട്ട് ആലോചിച്ചുണ്ടാക്കുന്ന ഒരു പദ്ധതി. അപ്പോൾ പ്ലാനിങ് ഒന്നാമത്തെ ഒരു കാര്യമാണ്. നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് നടത്താനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് രണ്ടാമത്തെ ഫംഗ്ഷൻ പറയുന്ന പേരാണ് ഓർഗനൈസിങ് എന്ന് പറയും. അത് ഇപ്പോൾ ചിലപ്പം ചെയ്യാനുള്ള ആൾക്കാരെയായിരിക്കും ഓർഗനൈസ് ചെയ്യേണ്ടത്, ചിലപ്പം മെഷീൻസ് ആയിരിക്കും, മെറ്റീരിയൽസ് ആയിരിക്കും, ചിലപ്പോൾ ഇത് അറേഞ്ച് ചെയ്യേണ്ട പൈസ ആയിരിക്കും. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. ഇനി മൂന്നാമത്തേത് ഈ കാര്യങ്ങൾ നടത്താനായിട്ട് ഓരോ ജോലി ചെയ്യാനും ആ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷനും കഴിവുമുള്ള ആൾക്കാരുണ്ടാവും. അവരെ കണ്ടുപിടിച്ച് കറക്റ്റ് ജോലി കറക്റ്റ് ആൾക്കാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. റൈറ്റ് ജോബ് ഫോർ ദ റൈറ്റ് പേഴ്സൺ. ഇത് ഏൽപ്പിക്കേണ്ടത് ആരാണ്? ഇത് മാനേജ്മെൻറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം മൂന്നാമത്തേത് സ്റ്റാഫിംഗ് എന്ന് പറയും. കൃത്യമായിട്ടുള്ള ജോലി കൃത്യമായിട്ടുള്ള ആളെ ഏൽപ്പിക്കുക എന്നുള്ളത് മൂന്നാമത്തെ ഒരു ഫംഗ്ഷനാണ്. നാലാമത്തേത് ഇത് വേണ്ട ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാലാമത്തെ ഫംഗ്ഷന് ഡയറക്ഷൻ എന്ന് പറയും. കൃത്യമായിട്ടൊരു സ്ഥാപനത്തിനെ ഡയറക്റ്റ് ചെയ്ത് ഗോളിലേക്ക് നയിക്കുക എന്നുള്ളത് നാലാമത്തെ ഒരു ഫംഗ്ഷനാണ്. അഞ്ചാമത്തേത് സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷനിൽ പ്രശ്നങ്ങളുണ്ടാവാം, ചിലപ്പം ബോട്ടിൽ നെക്സ് ഉണ്ടാവാം, തടസ്സങ്ങൾ വരാം. ഈ സമയത്ത് അതിനെ ഇടപെട്ട് ആ പ്രശ്നം സോൾവ് ചെയ്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പം കൃത്യമായിട്ടുള്ളൊരു കോർഡിനേഷൻ അവിടെ വേണം. അപ്പം നാലാമത് കഴിഞ്ഞ് അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോർഡിനേഷനാണ്. ഇനി ഇതൊക്കെ നടത്താനായിട്ട് നമുക്ക് പൈസ ആവശ്യമാണ്. അപ്പം കൃത്യമായ മാനേജ്മെൻറ്റ് തന്ത്രങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ടാക്ടിക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉള്ള പൈസ എത്ര ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫണ്ട് മൊബിലൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിലവിലുള്ള ഫണ്ട് വെച്ചിട്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് നടത്തേണ്ടി വരും. അപ്പം അതിന് കൃത്യമായി ബഡ്ജറ്റ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു മാനേജീരിയൽ ഫംഗ്ഷനാണ്. ഇനി ഏത് കാര്യം ചെയ്താലും ആ കാര്യത്തിനെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്, റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതും ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിലും ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിൽ ഇരിക്കുന്നവരുടെ മറ്റൊരു ഫംഗ്ഷനാണ് റിപ്പോർട്ടിംഗ്. അങ്ങനെ പ്ലാനിങ് ആയിക്കോട്ടെ, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ്, അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റ് വിഷയം പഠിക്കുന്ന ആൾക്കാർ വളർത്തിയെടുക്കേണ്ട ഫങ്ഷണൽ വൈദഗ്ധ്യങ്ങളാണ്, ഫങ്ഷണൽ കോമ്പിറ്റൻസീസ് എന്ന് പറയും. അപ്പോൾ സ്കില്ലിനോടൊപ്പം ഫങ്ഷണൽ കോമ്പിറ്റൻസീസും ഈ എക്സിക്യൂട്ടീവ് മാനേജറിയൽ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാരെ വളർത്തിയെടുക്കേണ്ടതാണ്. അതിന് MBA പോലുള്ളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ട്രേഡ്സ് വളർത്തിയെടുക്കുന്നു എന്നുള്ളതും ഈ കോഴ്സ് ചെയ്യാനായിട്ട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് MBA ഞാൻ വീണ്ടും പറയുന്നു, ഏത് പൊസിഷനിൽ ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അവർക്ക് കരിയറിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ്, ഒരു വിഷയമാണ് മാനേജ്മെൻറ്റ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ഇന്ത്യയിലെ മാനേജ്മെൻറ്റ് പഠിക്കാനുള്ള പ്രമുഖ എൻട്രൻസുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ഇന്ത്യക്ക് വെളിയിൽ പോയി നല്ല യൂണിവേഴ്സിറ്റികളിൽ മാനേജ്മെൻറ്റ് ഡിഗ്രികൾ ചെയ്യണമെങ്കിൽ നമുക്കൊന്നുകിൽ GMAT എഴുതണം, ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ GRE എഴുതണം. അപ്പോൾ GMATും GREയും ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് നല്ല ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും വെർബൽ എബിലിറ്റിയും ലോജിക്കൽ തിങ്കിങ്ങും ഒക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് കോഴ്സുകൾ തരുന്ന വിദേശ യൂണിവേഴ്സിറ്റികളിൽ തന്നെ പഠിക്കണം. അതായത് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത്, സ്റ്റാൻഫോർഡ് ബിസിനസ് സ്കൂൾ, ലണ്ടൻ ബിസിനസ് സ്കൂൾ, ഇൻസീഡ് ഫ്രാൻസ്, MIT മസച്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുമ്പോഴേ നമുക്ക് ഗ്ലോബൽ ലെവലിലുള്ള ഓപ്പണിങ്സ് ലഭ്യമാവുകയുള്ളൂ. ഇനി ഇതൊക്കെ ഇവിടെയൊക്കെ പഠിക്കാനായിട്ട് ജോലി ചെയ്യുന്നവർ തന്നെ
എക്സിക്യൂട്ടീവ് MBA കോഴ്സുകൾക്കായിട്ട് പോകുന്നവരുണ്ട്. അത് നമ്മുടെ IIM-ലും എക്സിക്യൂട്ടീവ് MBA കോഴ്സുകളുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിലും MBA കോഴ്സുകളുണ്ട്. അത് ജോലിയിലിരിക്കുമ്പോൾ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് MBA ചെയ്യുന്നവരുണ്ട്. ഈ വർക്കിംഗ് MBA കോഴ്സ് ചെയ്യുന്നവർ എന്തുകൊണ്ട് നിങ്ങൾ MBA എടുക്കുന്നു എന്ന് ചോദിക്കുന്നവർ പല റീസൺസാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു തസ്തികയിലിരിക്കുന്നവർ അടുത്ത പ്രൊമോഷൻ ലഭിക്കാനായിട്ട് ചിലപ്പോൾ ഒരു MBA ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ സഹായിച്ചേക്കാം. ഇനി ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ പ്രൊമോഷണൽ വെയിറ്റേജ് അല്ലെങ്കിൽ തന്നെ പ്രൊമോഷൻ കിട്ടി ഒരു ഓഫീസർ തസ്തികയിലേക്ക് ഇരിക്കുമ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ കൂടെയുള്ള ടീമിനെ നന്നായി മാനേജ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് MBA കോഴ്സ് ചെയ്യുന്നവരുണ്ട്. രണ്ടാമത്തേത് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഐഡിയ എങ്ങനെ ക്രിയേറ്റീവ് ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി ധാരണയില്ലാത്തതുകൊണ്ട് മാനേജ്മെൻറ്റ് പഠിച്ചാൽ കൂടുതൽ അതിനോട്ടുള്ള ബന്ധപ്പെട്ട സ്ട്രാറ്റജീസും ടാക്ടിക്സും ഒക്കെ കിട്ടും. അതുകൊണ്ട് നമുക്ക് MBA പഠിക്കാം എന്ന് താല്പര്യപ്പെടുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. മൂന്നാമത്തേത് കുറേ ജോലി ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്ന് താല്പര്യമുള്ള ഒരു ബിസിനസ് തുടങ്ങാനും സ്റ്റാർട്ടപ്പ് തുടങ്ങാനും ഒക്കെയുള്ള ഒരു ഫൗണ്ടേഷൻ ലഭിക്കാനായിട്ട് MBA കോഴ്സ് ചെയ്യുന്നവരുണ്ട്. ഇനി ജോലിയിലിരുന്ന് റിട്ടയർ ആകുന്ന ആൾക്കാർ അവർക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ബാക്കിയുള്ളവർക്ക് എങ്ങനെ പകർന്ന് നൽകാമെന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് പോസ്റ്റ് റിട്ടയർമെൻറ്റ് കൺസൾട്ടൻസിയൊക്കെ തുടങ്ങാനായിട്ട് ഒരു ഫൗണ്ടേഷൻ കിട്ടാനായി MBA കോഴ്സ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ MBA കോഴ്സ് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മെറ്റേണിറ്റി ബ്രേക്കിനൊക്കെ പോയ വിമൻ പ്രൊഫഷണൽസ് തിരിച്ച് കരിയറിലേക്ക് വരുന്നതിന് മുമ്പ്, ഒരു കരിയർ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു MBA കോഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. കാരണം അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അവർക്ക് വർക്ക് ലൈഫ് ബാലൻസിനും പ്രത്യേകിച്ച് അഡാപ്റ്റബിലിറ്റി പുതിയ ജോലിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് മാനേജ്മെൻറ്റ് ഇൻപുട്സ് സഹായിക്കുമെന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ പ്രൊമോഷൻ കിട്ടുന്നത് മുതൽ ബേസിക്കലി ഒരു അഡാപ്റ്റബിൾ ആകാനും ക്രിയേറ്റീവ് ആകാനും ബിസിനസ് തുടങ്ങാനും കൺസൾട്ടൻസി തുടങ്ങാനും ടീമിനെ നന്നായി മാനേജ് ചെയ്യാനും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് MBA കോഴ്സ് ചെയ്യുന്നവർ ഉണ്ട്. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രീതിയിലും ഏത് മോഡിലും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MBA. പക്ഷേ ഒരു കാര്യം പറയാം, പഠിക്കുന്ന MBA കോൺസെപ്റ്റുകൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതായിരിക്കണം പഠിക്കുന്ന ആളിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ഒരു അപ്ലൈഡ് കോഴ്സായിട്ടുള്ള MBA നന്നായി പഠിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഒരു മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് MBA ഒരു വാല്യൂ ആഡ് കോഴ്സ് തന്നെയാണ് ജീവിതത്തിൽ.